ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ്. ശ്രീജിത്ത്, തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ഈ കാണാതായവരുടെ എണ്ണം അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ അർജുൻ അടക്കം 3 പേരെയാണ് കണ്ടെത്തേണ്ടത്. അർജുൻ, ലോകേഷ്, ജഗന്നാഥ് എന്നിവരെ. മൃതദേഹ അവശിഷ്ടങ്ങൾ ശരവണന്റേതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് സ്വദേശിയായ ശരവണൻ മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് നൽകുന്നത്. ബാക്കി 3 പേർ, അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർ തന്നെയാണോ ഇനിയും കണ്ടെത്തേണ്ടതുള്ളതായി ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്? തീർച്ചയായും അത്തരത്തിലാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തത ഇല്ലാതിരുന്നു. പക്ഷെ ഇവർ തുടക്കം മുതൽ പറഞ്ഞ 3 പേരുടെ കണക്കാണ്. അതിനുശേഷവും ഇത്തരത്തിൽ 2 ദിവസം മുൻപ് ഒരു സ്ത്രീയുടെ മൃതദേഹം 10 കിലോമീറ്റർ മാറി കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലും അവർക്ക് കൃത്യമായ വിവരമില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് 3 പേരാണ്. ഒന്ന് അർജുൻ, അതോടൊപ്പം തന്നെ ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന 2 ജീവനക്കാർ, ജഗന്നാഥും ലോകേഷും. ഇവരെ കണ്ടെത്തുകയാണ്. ഇവരും കർണാടക സ്വദേശികളാണ്. ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്തിരുന്നവർ. ലക്ഷ്മണനും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ 2 കുട്ടികളും ലക്ഷ്മണന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. അവരുടെ മൃതദേഹം പിന്നീട് കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ അവിടെ ജോലി ചെയ്തിരുന്ന 2 ജീവനക്കാരാണെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും അർജുനോടൊപ്പം തന്നെ അവരെയും കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നതും നിലവിൽ അവിടെ മണ്ണുമാറ്റുന്ന പ്രവർത്തനങ്ങളുമായി നിലവിൽ മുന്നോട്ട് പോകുന്നതും. അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടം മറ്റൊരു ക്രമീകരണം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. കാരണം നാളത്തേക്കുള്ള എങ്ങനെയാണ് പദ്ധതി തയ്യാറാക്കുക, നാളത്തെ ദിവസം 11-ാം ദിവസം എങ്ങനെയാണ് ഇതിന്റെ പ്ലാൻ എന്നതിനെ കുറിച്ചും അല്പസമയത്തിനകം ഈ MLA-മാരും ദൗത്യ സംഘത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ, കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു യോഗം ചേരും. ആ യോഗം 9 മണിയോടെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ആ യോഗത്തിലായിരിക്കും നാളത്തേക്കുള്ള പദ്ധതികൾ എങ്ങനെയെന്ന് ക്രമീകരിക്കുക. കാരണം ഓരോ ദിവസവും കൃത്യമായ വിവരത്തിന്റെയും ഈ വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക. തുടർന്നാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് സൈനികർ രംഗത്തെത്തിയതിനു ശേഷമാണ് ഇത്തരം കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസവും വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ കഴിയുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ 7 ദിവസം വളരെ വേഗത കുറഞ്ഞ രീതിയിൽ പരിശോധന നടത്തിയിരുന്നെങ്കിൽ പിന്നീട് സൈനികർ എത്തിയതിനു ശേഷം അത് വേഗത കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ 9 ദിവസവും ഇത്തരത്തിൽ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ പരിശോധന നടത്തിയെങ്കിൽ 10-ാം ദിവസം ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തേക്ക് മണ്ണ് മൂടി കിടക്കുന്നതിനാൽ തന്നെ ഈ മണ്ണ് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റിയാൽ തന്നെ ഈ ലോറിയുടെ സമീപത്തെത്തി മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് ആ ലോറിയിലെ അർജുനെ പുറത്തെത്തിക്കുക എന്നതും ബുദ്ധിമുട്ടാണ്. അത് പ്രധാനമായി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം മഴ പൂർണ്ണമായി കുറഞ്ഞാൽ മാത്രമേ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ശക്തമായ പരിശോധന ഈ വെള്ളത്തിനടിയിൽ നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോൾ ജില്ലാ കളക്ടർ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശം മുഴുവൻ നിരന്തരം മഴയുള്ള ഒരു മേഖലയാണ്. കാരണം സമീപത്ത് ഇത്തരം കുന്നുകളെല്ലാം രൂപപ്പെട്ടിട്ടുള്ള ഒരിടമാണ്. അതിനാൽ തന്നെ നിരന്തരം മഴയുള്ള പ്രദേശത്ത് മഴ മാറി നിന്നാലും ഇത്തരത്തിൽ ആ പ്രദേശത്തെ നദിയിലെ ഗംഗാവലിയിലെ കുത്തൊഴുക്ക് എന്ന് കുറയുമെന്ന സംശയം നിലവിൽ ഈ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. എന്തായാലും അല്പമെങ്കിലും കുറയുമെങ്കിൽ വളരെ റിസ്ക് എടുത്താലും തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ നേവിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ. അതെ ശ്രീജിത്ത്, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികളാണല്ലോ പുരോഗമിക്കുന്നത്. തിരച്ചിൽ ഈ ഭാഗത്ത് മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണോ, അതോ മറ്റേതെങ്കിലും വിഭാഗം നദിക്ക് അക്കരെയും മറ്റ് ദൂരസ്ഥലങ്ങളിലുമായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടോ? കാരണം ഈ അർജുന്റെ ട്രക്കിൽ നിന്ന് ഒഴുകിപ്പോയത് എന്ന് കരുതുന്ന തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത് 12 കിലോമീറ്റർ അപ്പുറമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് നദിക്കക്കരെ വെള്ളം ക്രമാതീതമായി പൊങ്ങുകയും അത് 3 വീടുകൾ മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അതിലെ ഒരു സ്ത്രീയെ കാണാതായത് തിരികെ വീണ്ടെടുത്തത് 10 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു. അതുകൊണ്ട് ഈ നദിയുടെ ഇരുകരകളെയും കേന്ദ്രീകരിച്ചും അതോടൊപ്പം ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ടോ?
അത്തരം പ്രവർത്തനങ്ങൾ നിലവിൽ നടക്കുന്നില്ല. കാരണം ഇതിന്റെ ഭാരമാണ് ഈ ലോറിക്ക് വളരെ വലിയ ഭാരമുണ്ട്. അതിനാൽ തന്നെ ഇത്തരമൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ഇത് ഈ പുഴയിൽ വീഴുകയും അതിന് പുറത്തേക്ക് ഈ ലോറിയുടെ പുറത്തേക്ക് മണ്ണ് വീഴാനുള്ള സാധ്യതയാണ് നിലവിൽ ഉദ്യോഗസ്ഥർ കാണുന്നത്, ദൗത്യസംഘം കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഇത്തരത്തിൽ മറിയുന്ന സാഹചര്യത്തിൽ ഈ ലോറിയിൽ നിന്നും കയർ പൊട്ടി കുറച്ച് തടികൾ ഒഴുകിപ്പോയതായിരിക്കാം നിലവിൽ 10 കിലോമീറ്റർ മാറി കണ്ടെത്തിയതെന്നാണ് നിലവിൽ അവസാന ഘട്ടത്തിൽ ദൗത്യസംഘത്തിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിൽ നിന്നും സിഗ്നൽ ലഭിക്കുമ്പോൾ ആ പ്രദേശത്ത് ലോറി ഉള്ളതായി ഇവർ ഉറപ്പിക്കുന്നത്. ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ആ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഈ ലോറി കുറച്ചല്പം നീങ്ങി പുഴയിലേക്ക് വീഴുകയും ആ ലോറിയുടെ പുറത്തേക്ക് ഈ മണ്ണ് വീഴുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ മണ്ണ് മാറ്റിയാൽ ആ ലോറി വീണ്ടെടുക്കാമെന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ വലിയ രീതിയിലുള്ള മണ്ണാണ് ഈ ലോറിയുടെ പുറത്തേക്ക് വീണത്. അതാണ് ഇത്രയും നാൾ നമുക്ക് ആ ലോറി കണ്ടെത്താനായി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം ടൺ കണക്കിന് മണ്ണാണ്, വലിയ ഒരു കുന്നാണ് ഇടിഞ്ഞ് ഈ റോഡിലൂടെ ഒഴുകി സമീപത്തെ പുഴയിലെ വരെ എത്തിയിരിക്കുന്നത്. അതിന്റെ സമീപവും ഇത്തരത്തിലുള്ള വലിയ കുന്നുകളുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. കാരണം വലിയ കുന്നിടിച്ചാണ് ഇത്തരത്തിലൊരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കാൻ എന്തായാലും ഈ കമ്പനി തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റോഡ് നിർമ്മിച്ച കമ്പനിക്കെതിരെ നിലവിൽ കേസ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. എന്തായാലും നാളെ 11-ാം ദിവസം വളരെ പ്രതീക്ഷയുള്ള ഒരു ദിനമാണ്. കാരണം കൃത്യമായി ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ മണ്ണ് മാറ്റി എത്രയും വേഗവും അർജുനെ എത്തിക്കുക, അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെയും കൂടി കണ്ടെത്തുക എന്നതാണ് ഈ കർണാടക ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ദൗത്യസംഘത്തിനും കരസേനയ്ക്കും നാവികസേനയ്ക്കും ഉൾപ്പെടെയുള്ളവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഏറ്റവും പ്രതിസന്ധി കാലാവസ്ഥയാണ്. നാളെ കാലാവസ്ഥ അനുകൂലമായാൽ ആയിരിക്കും ഇത്തരത്തിൽ ശുഭവാർത്ത വരുന്നത്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് നീണ്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ശരി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 10 ദിവസം പൂർണ്ണമാവുകയാണ്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ട്രക്കിലെ ക്യാബിൻ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. അതിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇതിനൊക്കെ വിലങ്ങുതടിയാകുന്നത് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്.